പശ്ചിമേഷ്യയിൽ കരയുദ്ധത്തിന് കളമൊരുങ്ങുന്നു. US മറീനുകൾ ഇറാൻ തീരത്ത് തുടരുകയാണ്. അതേസമയം കരയുദ്ധത്തിന് മുതിർന്നാൽ പേർഷ്യൻ ഉൾക്കടലിലെ സ്രാവുകൾക്ക് ഭക്ഷണമാകുമെന്ന് ഇറാൻ സൈനിക വക്താവ് ഇബ്രാഹിം സോൾഫഹാരി മുന്നറിയിപ്പ് നൽകി. ഇറാനിലെ ക്രൂഡ് ഓയിൽ US നിയന്ത്രണത്തിൽ കൊണ്ടുവരികയാണ് തന്റെ ലക്ഷ്യമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. ഇതിനായി ഇറാനിലെ ഖാർഗ് ദ്വീപ് പിടിച്ചടക്കുന്നതുൾപ്പെടെ പരിഗണിക്കുന്നുണ്ട് എന്നും ട്രംപ് പറഞ്ഞു. ഫിനാൻഷ്യൽ ടൈംസ് പത്രത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു ട്രംപിന്റെ പ്രതികരണം. വിനോദ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുകയാണ്. വിനോദ്, പശ്ചിമേഷ്യയിൽ ആശങ്ക ഒഴിയുന്നില്ല എന്ന് തന്നെ വ്യക്തമാകുന്നു. കൂടുതൽ മറീനുകളെ എത്തിക്കാൻ അമേരിക്ക നീക്കം നടത്തുമ്പോൾ വലിയ മുന്നറിയിപ്പാണ് ഇറാന്റെ ഭാഗത്ത് നിന്ന് ആവർത്തിച്ചുണ്ടാകുന്നത്. ട്രംപിന്റെ പുതിയ നിലപാടും ഇറാൻ തന്റെ ആവശ്യങ്ങൾ അല്ലെങ്കിൽ താൻ മുന്നോട്ട് വെച്ച ഉപാധികൾ അംഗീകരിച്ചിരിക്കുന്നു എന്ന കാര്യമാണ്. ഇത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ട്രംപ് ആവർത്തിക്കുന്നൊരു കാര്യമാണ്. അതിപ്പോൾ ഒരു തമാശയായി മാറിയിരിക്കുന്നു. ഈ അമേരിക്ക മുന്നോട്ട് വെച്ച 15 ഉപാധികളുണ്ട്, അതെല്ലാം തന്നെ ഇറാൻ അംഗീകരിച്ചുവെന്ന് ഏറ്റവും ഒടുവിലും ട്രംപ് പറയുമ്പോഴും പശ്ചിമേഷ്യയിൽ ഈ രാജ്യങ്ങൾ പരസ്പരം ആക്രമിക്കുന്ന നിലയിലാണ്. ഇസ്രായേലിലേക്ക് ഇറാന്റെ ആക്രമണം ഉണ്ടാകുന്നു. അമേരിക്കയും ഇസ്രായേൽ സഖ്യസേനയെ സഹായിക്കുന്ന മറ്റ് അറബ് രാജ്യങ്ങളിലേക്കും ഇറാന്റെ ആക്രമണം ഉണ്ടാകുന്നൊരു സാഹചര്യമുണ്ട്. പക്ഷേ ട്രംപ് ആകട്ടെ ആവർത്തിച്ച് പറയുന്നുണ്ട് ഇറാൻ ഈ ഉപാധികളെല്ലാം അംഗീകരിച്ചുവെന്ന്. അത് ഏതർത്ഥത്തിലാണ് ട്രംപ് പറയുന്നതെന്ന് മനസ്സിലാകുന്നില്ല. എന്നാൽ ഈ കരയുദ്ധത്തിനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങുന്നുവെന്ന ചില വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. അത് മിഡിൽ ഈസ്റ്റിലെ മറ്റ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ആ തരത്തിലാണ്. ഇപ്പോൾ 3500 മറീനുകൾ കൂടി ഇറാൻ തീരത്തേക്ക് എത്തിയിട്ടുണ്ട്. അതായത് അവർക്ക് പലവിധ യുദ്ധമുറകൾ, കരയിലും അതോടൊപ്പം തന്നെ ഈ കടലിലും വ്യോമമാർഗവും ഒക്കെ തന്നെ യുദ്ധം ചെയ്യാൻ ശേഷിയുള്ള സേനാ വിഭാഗമാണ്. അവർ കൂടുതലായി ഇറാൻ തീരത്തേക്ക് എത്തുന്നു. ഖാർഗ് ദ്വീപ് പിടിക്കുക എന്നതാണ് പലവിധ തന്ത്രമാണ് ഇപ്പോൾ ഈ സഖ്യസേന പ്രയോഗിക്കുന്നത്. ഒരു വശത്ത് ഈ സമാധാനത്തിന് വേണ്ടിയുള്ള ചർച്ചയും അല്ലെങ്കിൽ ചില ഉപാധികൾ മുന്നോട്ട് വയ്ക്കുകയും അതേസമയം തന്നെ കൂടുതൽ സൈനികരെ ഈ താൽക്കാലിക വെടിനിർത്തൽ എന്ന പ്രഖ്യാപനം തന്നെ അത്തരത്തിലുള്ള ചില മുന്നൊരുക്കങ്ങൾക്ക് വേണ്ടിയായിരുന്നുവെന്ന ചില സംശയങ്ങൾ ആ ഘട്ടത്തിൽ തന്നെ ഉയർന്നു വന്നതാണ്. ഇപ്പോൾ അങ്ങനെ വേണം കരുതാൻ. എന്നാൽ ഇങ്ങനെ ഒരു കരയുദ്ധത്തിന് മുതിർന്നാൽ പെർഷ്യൻ കടലിലെ മത്സ്യങ്ങൾക്ക് അവർ ആഹാരമാകും എന്ന തരത്തിലുള്ള ഒരു പ്രഖ്യാപനമാണ്. ഗൾഫ് കടൽ മേഖലകളിലെ സമുദ്രത്തിൽ അവർ ആഹാരമാകുമെന്ന ഒരു പ്രഖ്യാപനമാണ് ഇറാൻ സൈനിക വക്താവിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഇതിനിടയിൽ വീണ്ടും ആക്രമണം ഉണ്ടാകുന്നുവെന്ന വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഇറാനിലെ 2 സ്റ്റീൽ പ്ലാന്റുകൾ സഖ്യസേനയുടെ ആക്രമണത്തിൽ തകർന്നിട്ടുണ്ട്. ഗുസ്താൻ സ്റ്റീലും അതോടൊപ്പം തന്നെ മുബാരക് സ്റ്റീൽ, ഇങ്ങനെ 2 വലിയ പ്ലാന്റുകളാണ് അവിടെ തകർന്നത്. ഇതിന് തിരിച്ചടിയും ഉണ്ടായിട്ടുണ്ട്. അബുദാബിയിലെ എമിറേറ്റ്സ് ഗ്ലോബൽ അലുമിനിയം, അതോടൊപ്പം തന്നെ ബഹ്റൈനിലെ അൽബ പ്ലാന്റ്, ഇത് 2 അലുമിനിയം പ്ലാന്റുകളാണ്. ലോകത്തെ തന്നെ വലിയ പ്ലാന്റുകളാണ്. അമേരിക്കയുമായി അവർ വ്യാപാരം നടത്തുന്ന വലിയ വ്യവസായ കേന്ദ്രങ്ങളാണ്. ഈ കേന്ദ്രങ്ങളിലേക്കാണ് ഇപ്പോൾ ഇറാൻ സൈന്യത്തിൻ്റെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഈ കരയുദ്ധം നടക്കുമോ ഇല്ലയോ എന്നത്, അല്ലെങ്കിൽ അത് ആസന്നമായി എന്ന ചില സൂചനകൾ. പക്ഷേ അപ്പോഴും ട്രംപിന് ചില പരിമിതികളുണ്ട് ഈ ആക്രമണവുമായി മുന്നോട്ട് പോകാൻ. പ്രത്യേകിച്ച് അമേരിക്കയിൽ നടക്കാൻ പോകുന്ന ഹിതപരിശോധനയാണ്. ഒരു മിഡ് ടേം ഇലക്ഷൻ വരുന്നുണ്ട്. അവിടെ ഇപ്പോൾ റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ തന്നെ ട്രംപിന് വലിയ എതിർപ്പ് നേരിടേണ്ടി വരുന്നുണ്ട്. പല പ്രവിശ്യകളിലും പ്രതിഷേധ പ്രകടനങ്ങൾ നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ പ്രതിഷേധങ്ങളെ മറികടന്ന് വലിയ യുദ്ധത്തിലേക്ക് ട്രംപ് പോകുമോ എന്ന ചോദ്യവും അവശേഷിക്കുന്നു. രേണുക, ശരി, വിനോദാണ് വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.